ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രാക്ഷൻസ് ആണ്. ഫ്രാക്ഷൻസിലെ ഡെസിമൽസൊക്കെ നമ്മൾ പഠിച്ചു. ഡെസിമൽസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനൊക്കെ പഠിച്ചു. ലാസ്റ്റ് ക്ലാസ്സിൽ സബ്ട്രാക്ഷനാണ് നിർത്തിയത്. ഇനി രണ്ട് ഡെസിമൽ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷനാണ് നോക്കുന്നത്. രണ്ട് സംഖ്യകൾ എങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 2.5 × 1.25. ഡെസിമൽ സംഖ്യകളുടെ മൾട്ടിപ്പിൾ ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെസിമൽ ഒഴിവാക്കിയിട്ടുള്ള സംഖ്യകളെ ഫസ്റ്റ് ആൻസർ എഴുതണം. ഗുണിച്ചിട്ട് സൈഡിൽ എഴുതി വെക്കാം. 5 × 5 25. 5 × 2 10 12. 5 × 1 5 ശിഷ്ടം 1 ഉണ്ട് 6 വരും. 10 5 2 3 1 2 5 3125 നമുക്ക് കിട്ടും. ഇനി ഡെസിമൽ സംഖ്യകളെയാണ് നമ്മൾ ഗുണിച്ചത്. അപ്പോൾ എന്തായാലും ആൻസറിൽ എന്ത് വരണം? ഡെസിമൽ സംഖ്യ വരണം. ഇവിടെ നോക്കിയേ, 2 കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണ് ഡെസിമലിന് ശേഷമുള്ളത്. ഇവിടെ 2 സ്ഥാനങ്ങളുണ്ട്. 0.25 ഉണ്ട്, ഫസ്റ്റത്തേൽ 0.5 ഉണ്ട്. അപ്പം ടോട്ടൽ 3 സ്ഥാനങ്ങളുണ്ട്. ഓക്കെ, അപ്പം 3 സ്ഥാനങ്ങൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആൻസറിൽ ഡെസിമൽ ഇടാൻ. രണ്ട് ഡെസിമൽ സംഖ്യകളുടെ മൾട്ടിപ്പിൾ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, സംഖ്യകളെ തമ്മിൽ ആദ്യം മൾട്ടിപ്പിൾ ചെയ്യാം. കിട്ടുന്ന ആൻസറിൽ ചോദ്യത്തിൽ എത്ര ഡെസിമൽ കഴിഞ്ഞ് എത്ര സംഖ്യകളുണ്ട് നോക്കാം. അത്രയും സംഖ്യകൾ മാറ്റിയിട്ട് പോയിൻ്റ് ഇടാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3.125 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 3.62 × 5.6 ഇതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 362 × 56 ചെയ്യാം. ഓക്കെ, ഇൻറ്റു ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു ആൻസറാണ് കിട്ടുക. $20,272 ഇങ്ങനൊരു ആൻസർ കിട്ടും. ഈ ഒരു ആൻസറിൽ നമുക്ക് അറിയാം, ഇവിടെ ഡെസിമൽ സംഖ്യകളാണ്. ഇവിടെ ഉത്തരം കിട്ടേണ്ടതും ഡെസിമൽ സംഖ്യ ആയിരിക്കണം അല്ലേ? ഈ സംഖ്യന് ആൻസർ എന്തായിരിക്കും? ഇവിടെ നോക്കുക, ഫസ്റ്റിൽ ഡെസിമൽ സംഖ്യ കഴിഞ്ഞിട്ട് 2 സ്ഥാനങ്ങളുണ്ട്. ഓക്കെ, നെക്സ്റ്റിൽ ഒരു സ്ഥാനമാണ് ഉള്ളത്. അപ്പം 2 + 1 3 സ്ഥാനങ്ങൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആൻസറിൽ പോയിൻ്റ് ഇടാൻ. ഓക്കെ, അപ്പം 1 2 3 ഇവിടെ ആയിരിക്കൂലേ? അപ്പം 20.272 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. രണ്ട് ഡെസിമൽ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് 2 ഡെസിമൽ സംഖ്യകളുടെ ഡിവിഷൻ എങ്ങനെ നോക്കുന്നത് നോക്കാം. ഓക്കെ, ഡിവിഷൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 0.75 ഡിവൈഡഡ് ബൈ 0.25 ഇതല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യന്. 0.75 ബൈ 0.25. ഓക്കെ, 0.75 ബൈ 0.25 നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ നോക്കുക, പോയിൻ്റാണ് വന്നിട്ടുള്ളത്. ഡിനോമിനേറ്ററിനെ നമുക്ക് പോയിൻ്റ് അല്ലാത്ത സംഖ്യയാക്കി മാറ്റണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടുത്തെ പോയിൻ്റ് കളയാൻ നമുക്ക് താഴെ മേലെ ഒരു സംഖ്യനെ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇവിടുത്തെ പോയിൻ്റ് നമുക്ക് കളയാം.
അപ്പം 0.25 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഈ 0.25നെ 25 എന്ന് എഴുതാം അല്ലേ? താഴെ മാത്രം ഗുണിച്ചാൽ മതിയോ? താഴെ ഗുണിച്ചാൽ മേലെയും കൂടി ഗുണിക്കണം. അതെന്തിനാണ്? ഇത് രണ്ടും കട്ട് ചെയ്ത് പോയാൽ നമുക്ക് സെയിം ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സെയിം നമ്മൾ എന്താണ് ചെയ്തത് അതന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് താഴെ മേലെയും ഒരേപോലെ ചെയ്യുന്നത്. താഴെ എന്താണ് ചെയ്തത് മേലെ അതുപോലെ ചെയ്യണം. മേലെ ഇനിയിപ്പോൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ താഴെ അതേപോലെ ചെയ്യണം. ഓക്കെ, ഇവിടെ ഇപ്പം 100 താഴെ മേലും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 75/25 കിട്ടും. ഇത് ഡയറക്റ്റ് നമുക്ക് ചെയ്തൂടെ? 25ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലേ 75 അല്ലേ? 3 വട്ടം 3 × 25 75 അല്ല. അപ്പോൾ ആൻസർ എന്താണ്? 3 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12.5 ഡിവൈഡഡ് ബൈ 2.5. ഡിവിഷൻ കണ്ടാൽ ഡിനോമിനേറ്ററിൻ്റെ പോയിൻ്റ് ഒഴിവാക്കണം. അപ്പം എന്ത് ചെയ്യണം? താഴെ മേലെ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം? ഇവിടെ ഒരു പോയിൻ്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയേ ഉള്ളൂ. നേരത്തേൽ 0.25 ഉണ്ടായിരുന്നു. 2 സ്ഥാനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ 100 കൊണ്ട് ഗുണിച്ചത്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണുള്ളത്. അപ്പം 10 കൊണ്ട് താഴെ മേലെ ഗുണിച്ചാൽ മതി. അപ്പം 125 ഡിവൈഡഡ് ബൈ 25. ഓക്കെ, 25ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ 12, 125. അപ്പം നമുക്ക് ആൻസർ വരുന്നത് 5. 5 × 25 125. ഇങ്ങനെയാണ് ഡിവിഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. അതിന് മുന്നേ നമുക്കൊരു പോയിൻ്റ് നോക്കണം. മൂവ് ദ ഡെസിമൽ പോയിൻ്റ് ഇൻ ദി മൾട്ടിപ്ലിക്കൻറ്റ് ടു ദി റൈറ്റ് ടു 1 place if the multiplier is 10 and 2 places if the multiplier is 100 and so on. When dividing by 10, move the decimal point 1 place to the left, and if it is by 100, move them point by 2 places and so on. എന്താ ഇവിടെ പറയുന്നത്? ഇപ്പോൾ ഒരു സംഖ്യനെ ഇപ്പോൾ ഞാൻ എക്സ് എന്ന് വിളിക്കാം. ഈ ഒരു സംഖ്യനെ 10 കൊണ്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? റൈറ്റിക്കായിരിക്കണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. 2.5നെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഡെസിമൽ സംഖ്യയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഡെസിമൽ സംഖ്യയിൽ 10നെ നമ്മൾ മൾട്ടിപ്ലിക്കൻ്റായിട്ട് കൊടുത്താൽ ഇവിടുത്തെ ഡെസിമൽ റൈറ്റിക്ക് ഒരു സ്ഥാനത്തേക്ക് മാറും. ഇവിടെ 10ൽ ഒരു 0 ഉള്ളൂ. സോ ഡെസിമൽ ഒരു സ്ഥാനം കൂടി റൈറ്റിക്ക് മാറും. അപ്പോൾ എന്ത് മാറും? 25 എന്ന് കിട്ടും. ഓക്കെ, ഒന്നും കൂടി പറയാം. 3.253 ഇതിനെ 100 കൊണ്ടാണ് നൂറാണ് മൾട്ടിപ്ലിയർ എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു പോയിൻറ്റിനെ എത്ര സ്ഥാനം കഴിഞ്ഞ് റൈറ്റിക്ക് കൊണ്ടുവരണം? 2 zeros ആണ് ഉള്ളത്. സോ 325.3 എന്ന് വരും. ഇതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. മൾട്ടിപ്ലയർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി ഡിവിഷനാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 32.51 ഡിവൈഡഡ് ബൈ 10 ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പോയിൻ്റ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ഒരു സ്ഥാനം, ഒരു 0 അല്ലേ ഉള്ളത്. അപ്പം 3.251 എന്ന് വരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ഥാനത്ത് ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്നെങ്കിലോ 2 സ്ഥാനങ്ങൾ കഴിഞ്ഞിട്ട്
ഇവിടെ 2 zeros ആണുള്ളത്. സോ 3.251. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാം. ഇതിനെ എങ്ങനെ പറയാം? മൾട്ടിപ്ലയർ ആയിട്ടാണ് 10ൻ്റെ പവേഴ്സ് അല്ലെങ്കിൽ 10, 100, 1000 എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ എത്ര സീറോസ് ആണോ അതിനനുസരിച്ച് ഡെസിമൽ റൈറ്റിക്ക് കൊടുക്കണം. ഡിവിഷൻ ആണ് വരുന്നതെങ്കിലോ ഡെസിമലിനെ ലെഫ്റ്റിക്ക് കൊടുക്കണം. ഓക്കെ, ഇതാണ് ഈ സെൻറ്റൻസിൽ പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺവേർട്ട് 0.375 ടു ഫ്രാക്ഷൻ. 0.375നെ എങ്ങനെ ഫ്രാക്ഷനിലേക്ക് ആക്കാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, 0.375 അല്ല, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? എങ്ങനെ എഴുതാം? 0.375 എന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ ആൻസർ കിട്ടില്ലേ? 375 ഡിവൈഡഡ് ബൈ 100 അല്ലേ? അപ്പോൾ 300 പോയിൻറ്റുകളെ ഇങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഫസ്റ്റ് സെൻറ്റൻസ് എന്തായിരുന്നു? 10, 100, 20, 10, 100, 1000, 1000, 10,000 ഒക്കെ വരുന്ന ഡിനോമിനേറ്ററായിട്ട് വരുന്നതിനൊക്കെ നമുക്ക് ഡെസിമൽ രൂപത്തിലേക്ക് എഴുതാം അല്ലേ? അതാണ് ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. ഇവിടെ നമുക്ക് കിട്ടി 375 ഡിവൈഡഡ് ബൈ 1000. ഇതൊരു വലിയ ഫ്രാക്ഷനാണ്. ഇത് നമുക്ക് സിമ്പിളാക്കിയിട്ട് എഴുതാം. എങ്ങനെ? നമുക്ക് 5 കൊണ്ട് നോക്കാം നമുക്ക്. ഓക്കെ, 375-ൽ 5 എത്ര തവണ പോവും? 37-ൽ ഫസ്റ്റ് നോക്കുക, 7 തവണ പോവും. ബാക്കി ഇവിടെ 2 ഉണ്ടാവും. 25-ൽ 5 തവണ പോവും. 1000-ൽ 200 തവണ പോവും അല്ലേ? ഇനിയും ഇത് 25-ൻ്റെയിൽ നോക്കിക്കൂടെ? ഇനിയും 5-ൻ്റേക്ക് ചേഞ്ച് ആക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയ ഫോമൊക്കെ എഴുതാൻ കുറച്ചും കൂടി വലിയ സംഖ്യകളുടെ ഡിവിഷൻസ് നോക്കാം, മൾട്ടിപ്ലിക്കൻ്റ് നോക്കാം. ഓക്കെ, 75-ൽ 25 3 തവണ പോവും. 200-ൽ 100-ൽ 4 തവണ പോവും. അപ്പോൾ 200-ൽ എത്ര തവണ പോവും? 8 തവണ പോവും. അപ്പം 3/8 എന്ന് വരും. നിങ്ങൾക്കിത് 5 കൊണ്ട് പിന്നെയും നോക്കിയിട്ട് ചെയ്യാം. ഇത് തന്നെയാണ് ആൻസർ വരിക. പെട്ടെന്ന് സിമ്പിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ സംഖ്യകൾ എടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9/16നെ ഡെസിമലാക്കാം. നമുക്കറിയാം, നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 16/9. 9/16 ഇങ്ങനെ വരും. ഓക്കെ, 9/16. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? 9-ൽ 16 പോകുമോ നോക്കണം. ഇല്ല, 0 വരും അല്ലേ? പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്തിനാണ് പോയിൻ്റ് ഇടുന്നത്? താഴെ നമുക്ക് ഒരു 0 ഇടാനുള്ള ഫ്രീഡത്തിനാണ്. അപ്പം 90-ൽ 16 എത്ര തവണ പോവും? 5 തവണ പോവും. 16 × 5 80 ഇവിടെ എന്ത് വരും? 10 വരും. വീണ്ടും ഒരു 0 ഇടാനുള്ള അവകാശം നമ്മൾ ഫസ്റ്റ് തന്നെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു, ഒരു പോയിൻ്റ് ഇട്ടിട്ട് അല്ലേ? 100-ൽ 16 എത്ര തവണ പോവും? 6 തവണ പോവും. 6 × 16 96. ബാക്കി എത്ര വരും? 100-ൽ 96 പോയാൽ 4 വരും. വീണ്ടും 0 ഇട്ട് കൊടുക്കാം. 40-ൽ 16 എത്ര തവണ പോവും? 2 തവണ പോവും. 32 ഇവിടെ എഴുതുന്നുണ്ട്. 32-ന്ന് 40 32 പോയാൽ 8 വരും. വീണ്ടും 0 ഇട്ട് കൊടുക്കുക. 80-ൽ 16 എത്ര തവണ പോവും? 5 തവണ പോവും. 80. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരും? 0.5625
അല്ലേ? ഇങ്ങനെയല്ല ആൻസർ കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് ഡെസിമൽ സംഖ്യേനെ ഫ്രാക്ഷൻ ആക്കുന്നതും ഫ്രാക്ഷൻ സംഖ്യേനെ ഡെസിമൽ ആക്കുന്നതും. ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. 7/8 നമുക്കിങ്ങനെ ഫ്രാക്ഷൻ ആക്കാമെന്ന് നോക്കാം. ഇങ്ങനെയല്ല എഴുതാം. 7ൽ 8 പോവില്ല, അപ്പോൾ എന്ത് ചെയ്യണം? പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അടുത്ത 0 ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിൻ്റ് ഇടുന്നത്. 70ൽ 8 എത്ര തവണ പോവും? 8 ടൈംസ് പോവും ഇല്ലേ? 8 × 8 64. 70 - 64 6 വരും. വീണ്ടും 0 ഇട്ട് കൊടുക്കാം. 60ൽ 8 7 തവണ പോവും. 7 × 8 56 വരും. ബാലൻസ് 4 വരും. 0 ഇട്ട് കൊടുക്കുക. 40ൽ എത്ര തവണ പോവും? 5 തവണ പോവും. 40ൽ 40 വരും. 5 × 8 40 അറിയാം. 0.875 ഇതല്ല ആൻസർ വരിക. ഇങ്ങനെയാണ് ഡെസിമൽ കൺവേർട്ട് ചെയ്യുന്നത്. ഇനി വേറെ ഒരു ഇതും കൂടി നോക്കാം. 64/72/1000. ഇതിനെങ്ങനെ ഈ മിക്സ്ഡ് ഫ്രാക്ഷൻ നമുക്കിങ്ങനെ ഡെസിമൽ ആക്കാം? സിമ്പിളാണ്. 64/72/1000 എന്ന് പറയുന്നത് എന്താണ്? 64 + 72/1000 എന്നല്ലേ? 64 + 72/1000 നമുക്കറിയാം. ഡിവിഷൻ ആയിട്ടാണ് 1000 വന്നിരിക്കുന്നത്. 10 or 10 പവർ വന്നാൽ എന്ത് ചെയ്യണം? ലെഫ്റ്റിലേക്ക് പോയിൻ്റ് കൊണ്ടുവരണം. ഇവിടെ 3 zeros ഉണ്ട്. സോ 2 7 1 0 കൂടി വേണം, എന്നാലല്ലേ 3 സ്ഥാനങ്ങളാവുള്ളൂ. അപ്പോൾ 64 + 0.072 എങ്ങനെ വരും? 64 000 ഇട്ട് കൊടുക്കാം. 0.072 ഇങ്ങനെയല്ലേ പ്ലസ് ചെയ്യേണ്ടത്? 2 7 0 4 6 64.072. അപ്പോൾ ഇങ്ങനെയാണ് ഡെസിമൽക്ക് കൺവേർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും.